പ്രൈസ് ലോർഡ്. പ്രിയപ്പെട്ടവരെ, തിരുസഭ 2033 മഹാജൂബിലിക്കാട് ഒരുങ്ങുകയാണ്. മഹാജൂബിലിക്ക് മുമ്പ് യേശുവിൻ്റെ വലിയ സ്വപ്നമായ നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. അതെ, ലോകമെങ്ങുമുള്ള യേശുവിൻ്റെ സുവിശേഷ പേരയ്ക്ക് തുടക്കമിടുവാൻ, അത് വീണ്ടും കത്തിച്ചൊലിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്രാവശ്യം മിഷൻ വാരിയേഴ്സ് പ്രോഗ്രാം ക്രമീകരിച്ചത്. ദൈവകൃപയാൽ ആ ദർശനം ഏറ്റെടുത്തുകൊണ്ട് എല്ലാ ജനതകളെയും സ്നേഹിച്ച് അവർക്ക് യേശുവിനെ കൊടുക്കുവാൻ, എല്ലാവരെയും അന്ത്യവിധിനാളിൽ യേശുവിനോടൊപ്പം ദൈവത്തോടൊപ്പം കാണുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രവർത്തിക്കുന്നു. സുവിശേഷത്തിന് വേണ്ടി, ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി, സഭയുടെ കെട്ടുപണിക്ക് ത്യാഗമനുഷ്ഠിക്കാൻ, ജീവിതം സമർപ്പിക്കാൻ സന്നദ്ധരായവരുടെ ഒരു കൂട്ടായ്മ എന്നുള്ള പ്രത്യേകതയാണ്. അതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി, അതാണ് നമ്മെ ഒന്നിപ്പിക്കുന്ന ഘടകവും. യേശുക്രിസ്തു ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. താൻ വളർന്നു വന്ന ഗ്രാമത്തിൽ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. അപ്പോൾ യേശയ്യായുടെ പുസ്തകം അവന് നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ എഴുതിയിരിക്കുന്നത് കണ്ടു. ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കണ്ടു. എന്നിട്ട് വായിച്ചു. പുസ്തകം അടച്ചു, ശുശ്രൂഷകനെ ഏൽപ്പിച്ചു, ഇരുന്നു. എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ യേശു അവരോടെല്ലാവരോടുമായി പറഞ്ഞു, ഈ തിരുവെഴുത്ത് ഇന്ന് നിറവേറിയിരിക്കുന്നു. അപ്പോൾ അതിനോട് ചേർന്ന് നാം മനസ്സിലാക്കേണ്ട ഏതാനും ചില കാര്യങ്ങൾ ആമുഖമായി സൂചിപ്പിക്കാം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. യേശുക്രിസ്തു സിനഗോഗിലെത്തി വായിക്കാൻ എഴുന്നേറ്റ് നിന്നത് അതിനു മുമ്പ് നടന്ന 2 സംഭവങ്ങളുടെ പിൻബലത്തിലാണ്. ഒന്നാമതായി, യേശുക്രിസ്തു യോർദാനിൽ ഇറങ്ങി സ്നാനം സ്വീകരിച്ചു. ലൂക്കോസിന് സുവിശേഷം 3-ാം അധ്യായം 21-ാമത്തെ വചനം. ജനം സ്നാനം സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവും വന്ന് സ്നാനമേറ്റു. അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരവുമുണ്ടായി,
നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതിനുശേഷം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മരുഭൂമിയിലെ പരീക്ഷയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു. ഈ പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. മരുഭൂമി അനുഭവത്തിലൂടെ ഈ അനുഭവത്തെ ആഴപ്പെടുത്തി. യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. യേശു തന്നെ ഈ പോരാട്ടത്തിന് ആയുധമണിയിക്കുകയാണ്. ഒരു അഭിഷേകം ആഴപ്പെടുത്തുന്നത് ഈ തപശ്ചര്യകളിലൂടെയാണ് എന്നുള്ള പാഠം, അതിൻ്റെ ഒരു വിശദീകരണമല്ല ഈ ക്ലാസ്സിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് എങ്കിലും ഞാൻ സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. അതിനുശേഷമാണ് സിനഗോഗിൽ പ്രവേശിച്ച് വചനം തുറക്കാൻ, പഠിപ്പിക്കാൻ യേശു തയ്യാറായത് എന്നുള്ളതാണ് ഒന്നാമത്തെ പാഠം. അഭിഷേകമില്ലാതെ വചനം തുറന്നാൽ അതിൻ്റെ അർത്ഥം പൂർണ്ണമായും ഗ്രഹിക്കാൻ സാധിക്കില്ല. അത് മറ്റുള്ളവർക്ക് സ്വീകാര്യമായി പങ്കുവയ്ക്കാനും സാധിക്കില്ല. ഈ അഭിഷേകത്തെ ഉറപ്പിക്കുകയും ഈ അഭിഷേകം നാം യഥാർത്ഥത്തിൽ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു വേദിയാണ് പ്രലോഭനങ്ങളുടെ, പരീക്ഷണങ്ങളുടെ ആ മരുഭൂമി അനുഭവം എന്നുള്ളതും നാം ഓർമ്മിക്കണം. അപ്പോൾ ഓരോ പരീക്ഷണവും നമ്മുടെ അഭിഷേകത്തെ ജ്വലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മെ ഭയപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ. യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. ഉപവാസം അവസാനിപ്പിച്ചപ്പോഴും എന്താണ്? സാത്താനാണ് വരുന്നത്. അത് വളരെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. നാം വിചാരിക്കും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു, ഞാൻ ഉപവാസവും പ്രാർത്ഥനയുമായി ദീർഘനാൾ ചിലവഴിച്ചു, ഇനി ഒരു സാത്താനും എന്നെ സമീപിക്കില്ല എന്ന് നാം വിചാരിക്കും. സാധാരണ ഒരു അഭിഷേകവുമില്ലാതെ ജീവിക്കുന്ന സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം സാത്താൻ അവരെ വെറുതെ വിട്ടിരിക്കുകയാണ്. ഒരു പ്രയോജനമില്ല അവരെ കൊണ്ട്. സാത്താൻ ഒരു ഉപദ്രവവും ഉണ്ടാകാൻ പോകുന്നില്ല. മാത്രമല്ല, സാവകാശം സാത്താൻ്റെ കെണിയിൽ അവൻ പെട്ടുകൊള്ളും. അവൻ്റെ കസ്റ്റഡിയിൽ തന്നെയാണ്. അതുകൊണ്ട് അവരെ വെറുതെ വിട്ടിരിക്കുന്നു. പലരും പറയാറുണ്ട്, മധ്യസ്ഥ പ്രാർത്ഥന തുടങ്ങി, സുവിശേഷ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചു, അപ്പോൾ മുതൽ ഒന്നിനു പിറകെ ഒന്നായി പ്രയാസങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണ്, തെറ്റിദ്ധാരണകളാണ്, രോഗമാണ്, പലതരത്തിലുള്ള സഹനത്തിൻ്റെ അനുഭവങ്ങളാണ്. അത് വളരെ സ്വാഭാവികമായ ഒന്നാണ് എന്നുള്ളതാണ് ഒന്നാമതായി ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. നാം വേദപുസ്തകം എടുത്ത്, വചനമെടുത്ത് തുറക്കാൻ തയ്യാറാകുന്നു. ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വചനാധിഷ്ഠിതമായൊരു ജീവിതവും വചനം നൽകുന്ന പ്രത്യേകമായ ദൗത്യവുമാണ് നമുക്ക് ദൈവരാജ്യ ശുശ്രൂഷയിൽ നിറവേറ്റാനുള്ളത് എങ്കിൽ വചനം തുറക്കുക എന്നുള്ളതാണ് പ്രധാനം. അത് സ്വർഗം ശ്രദ്ധിക്കുന്ന ഒരു വിഷയവുമാണ്. അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായം 26 മുതൽ വചനങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. ഒരു ഷണ്ഡനായ മനുഷ്യൻ, കൽദാക്കെ രാജ്ഞിയുടെ ഭണ്ഡാര വിചാരിപ്പുകാരനായ ഷണ്ഡനായ മനുഷ്യൻ യെരൂശലേമിൽ ആരാധിക്കാൻ പോയിട്ട് മടങ്ങി വരുന്നു. പഴയ ഒരു ആത്മീയത എന്ന് നമുക്ക് പറയാം. ഒരു ദൈവം, ഒരു ദേവാലയം, യെരൂശലേം ദേവാലയത്തിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും എത്തി ആരാധന അർപ്പിക്കണമെന്നുള്ള നിയമം പാലിക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ അതൊരടിസ്ഥാനമാണ്. അവൻ ലഭിച്ച ഒരാത്മീയമായ ഉണർവ്, വചനം തുറക്കണമെന്നൊരു താല്പര്യം. അത് തീർച്ചയായും ദൈവാത്മാവിൻ്റെ പ്രവർത്തനമാണ്.
എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, പിന്നെന്തിനാണ് വചനം തുറക്കുന്നത് എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ അവൻ്റെ മാനസാന്തരം പൂർണ്ണമാക്കാൻ സ്വർഗത്തിന് സാധിക്കുമായിരുന്നില്ല. ഈ ഷണ്ഡനായ മനുഷ്യൻ വചനം തുറന്നു കഴിഞ്ഞപ്പോഴേക്കും സ്വർഗം ഇടപെട്ടു. 12 അപ്പോസ്തലന്മാരിൽ ഒരുവനായ ഫിലിപ്പോസിന് സന്ദേശം നൽകി, ഇതാ ഒരുവൻ വചനം തുറന്നിരിക്കുന്നു. വചനം തുറന്നിരിക്കുന്നു എന്നുള്ളതല്ല പറഞ്ഞത്, നീ ഗാസായിലേക്കുള്ള പാതയിൽ തെക്കോട്ട് നടന്ന് ഗാസായിലുള്ള പാതയിലെത്തുക, വിജനപാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരുവൻ്റെ അടുത്തേക്ക് അയക്കപ്പെട്ടു. അവിടുത്തെ സംഭവം എന്താണ്? ഒരാൾ താല്പര്യത്തോടെ വചനം തുറന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഒരാൾ താല്പര്യത്തോടെ വചനം തുറന്നിരിക്കുന്നു. അപ്പം നമ്മൾ ഒരു 400 പേര് ഒന്നിച്ച് വചനം തുറന്നാൽ സ്വർഗം ഇറങ്ങി വരില്ലേ? തീർച്ചയായും ഇറങ്ങി വരും. അത് ഒരു പണ്ഡിതനല്ല, തർക്കശാസ്ത്രത്തിൽ പാണ്ഡിത്യം നേടിയിട്ടുള്ളയാളല്ല, ഏതെങ്കിലും അധികാരമുള്ളയാളല്ല, വളരെയേറെ പരിമിതികളുള്ള ഒരു സാധാരണ മനുഷ്യൻ, ഒരു ഷണ്ഡനായ മനുഷ്യൻ വചനം തുറന്നപ്പോൾ സ്വർഗം ഇത്രമാത്രം പ്രാധാന്യം നൽകിയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നാം വചനം തുറക്കുമ്പോൾ സ്വർഗം എത്രമാത്രം ശ്രദ്ധിക്കും. പക്ഷേ ഈ വചനത്തിൻ്റെ ഏടുകളെല്ലാം അവന് മനസ്സിലായി എന്ന് വരില്ല. അപ്പോൾ ഇവൻ ചോദിച്ചില്ല, എത്ര പേരുണ്ട്, ആരുടെ അടുത്തേക്കാണ്, എങ്ങനെ? 100 കണക്കിന് ശിഷ്യന്മാരില്ലെന്ന് ഓർമ്മിക്കണം, അപ്പോസ്തലന്മാരില്ലെന്ന് ഓർമ്മിക്കണം. 12 അപ്പോസ്തലന്മാരിൽ ഒരുവൻ അയക്കപ്പെട്ടത് ഒരുവൻ്റെ അടുത്തേക്കാണ്, ഒരു ഷണ്ഡനായ മനുഷ്യൻ്റെ അടുത്തേക്കാണ്. ഇവൻ അവിടേക്ക് പോയി ചെന്നപ്പോഴാണ് ഒരുവൻ രഥത്തിൽ ഇരുന്നു കൊണ്ട് വചനം വായിക്കുന്നു. രഥത്തോട് ഇവൻ ചേർന്ന് നടന്നു. ജീവിത രഥത്തോട് ചേർന്നു നടക്കുമ്പോഴാണ് അവരുടെ വിഹുലതകൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത്. ചേർന്നു നടന്നപ്പോൾ ഇവൻ ഉറക്ക വചനം വായിക്കുന്നത് കേട്ടിട്ട് ചോദിച്ചു, ഈ വായിക്കുന്നതിൻ്റെ അർത്ഥം നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? ഈ വായിക്കുന്നതിൻ്റെ അർത്ഥം നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അവൻ പറഞ്ഞു, വ്യാഖ്യാനിച്ചു തരുന്നില്ലെങ്കിൽ എങ്ങനെ മനസ്സിലാകുന്നതാണ്? അവരുടെ ജീവിത രഥത്തിൽ സഞ്ചാരം നടത്തുന്ന സാധാരണ മനുഷ്യന് അവന് ഗ്രഹിക്കാൻ സാധിക്കാത്ത പല ഏടുകളുമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഈ തുറക്കപ്പെടുന്ന വചനത്തെ വ്യാഖ്യാനിച്ചു കൊടുത്ത് അവൻ്റെ ജീവിതവുമായി ബന്ധിപ്പിക്കാനും അവൻ്റെ ഈ ആത്മീയ യാത്ര ഒരു ലക്ഷ്യത്തിലെത്തിക്കാനും സഹായിക്കാനുള്ള ദൗത്യമാണ്. നാം അയക്കപ്പെടുന്നത് ഒരുപക്ഷെ ആൾക്കൂട്ടങ്ങളിലേക്കാവില്ല, ഒറ്റപ്പെട്ട വ്യക്തികളിലേക്കാവാം, ഒറ്റപ്പെട്ട കുടുംബങ്ങളിലേക്കാവാം. ഉടനെ എന്താണ്, അവൻ രഥം നിർത്തി, ഇവൻ രഥത്തിൽ കയറി, ഫിലിപ്പോസ് രഥത്തിൽ കയറി. എന്നിട്ട് അവൻ വായിച്ചു കൊണ്ടിരുന്ന ഭാഗം യെശയ്യായുടെ പുസ്തകത്തിൽ നിന്നാണ് വായിച്ചു കൊണ്ടിരുന്നത്. ആ ഭാഗം മുതൽ അവൻ വ്യാഖ്യാനിച്ചു കൊടുത്തു. എവിടെ നിന്ന് വ്യാഖ്യാനിച്ചു തുടങ്ങിയാലും എത്തിച്ചേരുന്നത് രക്ഷകനായ യേശു ക്രിസ്തുവിലാണ്. സാവകാശം ചത്ത അക്ഷരം പോലെ അവൻ്റെ മുമ്പിൽ നിന്നിരുന്ന ഈ തിരുവചനത്തെ, ആ തിരുവചനത്തെ വ്യാഖ്യാനിച്ച് 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 ജീവനുള്ള വചനമാക്കി രൂപാന്തരപ്പെടുത്താനും ആ അക്ഷരങ്ങൾക്കിടയിൽ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ മുഖം അവന് ദൃശ്യമാകത്തക്കവണ്ണം കാണിച്ചു കൊടുക്കാനും സാധിച്ചു എന്നുള്ളതാണ്. നമ്മുടെ ശുശ്രൂഷകളിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ഇതാണ്. നാം ബൗദ്ധികമായ അറിവ് നൽകുക എന്നുള്ളതല്ല, യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം എന്താണ്? ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം. കാരുണ്യ പ്രവർത്തനം നമുക്ക് വിശപ്പനുഭവിക്കുന്നവരുണ്ട്, രോഗത്തിലായിരിക്കുന്നവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, പലതരത്തിലുള്ള കടബാധ്യതകളുള്ളവരുണ്ട്.
അവർക്കെന്താണ്? എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായവനെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം. നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവരാജ്യ ശുശ്രൂഷയാണ് ഈ ലോകത്തിൽ നിറവേറ്റാൻ സാധിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം എന്നുള്ളത് നാം ഓർമ്മിക്കണം. അദ്ദേഹം യേശുക്രിസ്തുവിനെ കണ്ടു. അതാണ്, യേശുക്രിസ്തുവിനെ പറ്റി അറിഞ്ഞു. ആ വായിച്ചു കൊണ്ടിരുന്ന വേദഭാഗത്ത് നിന്നും വ്യാഖ്യാനിച്ചു തുടങ്ങി. ഫിലിപ്പോസ് രക്ഷകനായ യേശുക്രിസ്തുവിനെ പറ്റി അവന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ ചുറ്റുപാടും നോക്കി. അവൻ വെള്ളം കിടക്കുന്നത് കണ്ടിട്ട് ചോദിച്ചു, ഇനിയും സ്നാനം നൽകുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ രഥം നിർത്തി അവിടെ ഇറങ്ങി ഫിലിപ്പോസ് അവനെ സ്നാനപ്പെടുത്തി. അതിനുശേഷമുള്ള കാര്യവും പ്രിയപ്പെട്ടവരെ സുവിശേഷകർ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അതിനുശേഷം ആ സുവിശേഷകൻ ഒന്നും ചെയ്യാനില്ല. യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. യേശുക്രിസ്തുവുമായിട്ടൊരു ബന്ധം ഉറപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ ഞാനാണ് നിന്നെ മാനസാന്തരപ്പെടുത്തിയത്, ഞാനാണ് നിനക്ക് സുവിശേഷം പറഞ്ഞു തന്നത്, ഞാനാണ് നിന്നെ രക്ഷിച്ചത് എന്നുള്ള മട്ടിൽ സുവിശേഷകന് പങ്കില്ല. അവനെ ഉടനെ പരിശുദ്ധാത്മാവ് വഹിച്ചുകൊണ്ട് വേറൊരു ദിക്കിലേക്ക് പോയി എന്നുള്ളതാണ്. ഇത് ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. ഈ ഒരു ദൗത്യം നിറവേറ്റുക എന്നുള്ളതാണ്. യേശുക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അവരുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിൻ്റെ അനുഭവം യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് നമുക്ക് നിറവേറ്റാനുള്ളത്. നാം തുടങ്ങിയ ഭാഗത്ത് യേശുക്രിസ്തു സ്നാനം സ്വീകരിച്ചു. സ്നാനം സ്വീകരിച്ചപ്പോൾ എന്തു സംഭവിച്ചു? സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. സ്വർഗത്തിൻ്റെ സ്വരം ശ്രവിച്ചു. പിതൃപുത്ര അനുഭവത്തിലേക്ക് കടന്നു വന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു എന്നറിയിപ്പാടുണ്ടായി. അഞ്ചാമതായി ദൈവപ്രസാദം പ്രാപിച്ചു. ഈ അഭിഷേകം എന്നുള്ളത് കൊണ്ട് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടത് അതാണ്. നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമോ ഒരു സമാധാനമോ സ്തുതിക്കാനുള്ള ഒരു കൃപയോ അതെല്ലാം ഈ അഭിഷേകത്തെ പരിമിതമായി കാണുന്ന ഒന്നാണ്, പരിമിതപ്പെടുത്തുന്ന ഒരു കാഴ്ചപ്പാടാണ് എന്ന് ഓർമ്മിക്കണം. സ്വർഗം തുറക്കപ്പെടുന്ന ഒരു അനുഭവമാണ്. സ്വർഗം തുറക്കപ്പെടുന്ന ഒരു അനുഭവമാണ്. നമ്മൾ ഈ ലോകം മാത്രം കണ്ടുകൊണ്ട് സുവിശേഷ വേല ചെയ്താൽ അതെന്താണ്? ലോകത്തിൻ്റെ സുവിശേഷമാകും. സ്വർഗത്തെ പറ്റിയുള്ള ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ നമുക്ക് ദൈവരാജ്യ ശുശ്രൂഷ നിറവേറ്റാൻ സാധിക്കുള്ളൂ. ഈ ലോകത്തിൻ്റെ അറിവ് കൊണ്ടും ശക്തി കൊണ്ടും പിൻബലം കൊണ്ടും സാധിക്കില്ല. സ്വർഗത്തിൻ്റെ ശക്തി സ്വീകരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് സുവിശേഷകരായി തീരാൻ സാധിക്കുള്ളൂ. ഈ ലോകത്തിലെ സ്വരം കേട്ടുകൊണ്ട് ഈ ലോകത്തിൻ്റെ ആരവം, മനുഷ്യൻ്റെ നിലവിളിയാവാം, മനുഷ്യൻ്റെ വെല്ലുവിളികളാവാം, ഒരുപക്ഷെ ഈ ലോകത്തിൻ്റെതായ സന്ദേശങ്ങളും പ്രബോധനങ്ങളുമാവാം. അത് കേട്ടുകൊണ്ടല്ല, മറിച്ച് സ്വർഗത്തിൻ്റെ സ്വരം സ്വീകരിച്ച് ഈ ഭൂമിയിൽ നൽകുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി. എന്താണ് സ്വരത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള അടിസ്ഥാനം? അതൊരു പിതൃപുത്ര അനുഭവത്തിലേക്കാണ് അവനെ നയിക്കുന്നത്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ദൈവപ്രസാദം പ്രാപിക്കുന്നു. അപ്പോൾ ഈ അഭിഷേകത്തിലൂടെ സംഭവിക്കുന്നത് ദൈവപ്രസാദം പ്രാപിക്കുന്നു എന്ന് നാം പറയുമ്പോൾ നാം വിചാരിക്കും എന്താണ്? എൻ്റെ രോഗമെല്ലാം മാറി, എൻ്റെ എല്ലാ ദുഃഖങ്ങളും മാറി, ഞാൻ ചോദിച്ചതെല്ലാം എനിക്ക് ലഭിച്ചു. അതാണ് ദൈവപ്രസാദമായി നാം കരുതുന്നത്. ദൈവപ്രസാദം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം, ഞാൻ ചോദിക്കുന്നതെല്ലാം സ്വീകരിക്കുന്നു എന്നുള്ളതല്ല, എനിക്ക് ലഭിക്കുന്നു എന്നുള്ളതല്ല, മറിച്ച് ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ
എനിക്ക് ലഭിക്കുന്ന ഈ അനുഭവങ്ങളെ വിശ്വാസത്തോടെ സ്നേഹത്തോടെ സ്വീകരിക്കാൻ ലഭിക്കുന്ന ഒരു കൃപയാണ് ദൈവപ്രസാദം എന്ന് പറയുന്നത്. ഈ അഭിഷേകത്തെ പറ്റി കൂടുതൽ വിശദീകരിക്കാനുണ്ട്. തീർച്ചയായും യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഈ അഭിഷേകം നിലനിന്നു എന്നുള്ളതാണ്. 4-ാം അധ്യായത്തിൽ, അടുത്ത അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ 2 കാര്യങ്ങളാണ് എടുത്തു പറയുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അതാണ് ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, പരിശുദ്ധാത്മാവ് എൻ്റെ മേലുണ്ട്, അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഈ അഭിഷേകത്തെ പറ്റിയുള്ള ബോധ്യവും പരിശുദ്ധാത്മാവ് എന്നിലുണ്ട് എന്നുള്ള ഉറപ്പുമാണ് യേശുക്രിസ്തു ബാക്കി പറയുന്നതിനെല്ലാം അർത്ഥം നൽകുന്നതും യേശുവിൻ്റെ പ്രവർത്തനങ്ങളെ ദൈവരാജ്യ ശുശ്രൂഷകളാക്കി മാറ്റുന്നതും ഈ പോരാട്ടത്തിൽ സാത്താൻ്റെ കോട്ടകളെ തകർക്കുന്നതിന് ആവശ്യമാകുന്ന കരുത്ത് നൽകുന്നതും എന്നുള്ളതാണ് നാം ഓർമ്മിക്കേണ്ടത്. പരിശുദ്ധാത്മാവ് എൻ്റെ മേലുണ്ട്, അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഈ ഒരു അഭിഷേകം സ്നാപകൻ്റെ സാന്നിധ്യത്തിൽ സ്വീകരിച്ച ആ ഒരു അഭിഷേകം യേശുക്രിസ്തുവിൽ നിലനിന്നു. യേശുക്രിസ്തു ആ അഭിഷേകത്തിൽ ജ്വലിച്ചു നിന്നു. ഈ അഭിഷേകത്തെ നിരന്തരം പോഷിപ്പിച്ചു. എങ്ങനെ? നിരന്തരമായ പ്രാർത്ഥനയിലൂടെ. രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു, ജോലിക്കിടയിൽ പ്രാർത്ഥിക്കുന്നു, മറ്റുള്ളവർ പിടിച്ച് രാജാവാക്കാൻ വരുമ്പോൾ അവൻ വിജനതയിൽ പോയി പ്രാർത്ഥിക്കുന്നു, അത്ഭുതം പ്രവർത്തിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്നു, ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥനയിലൂടെ ഈ അഭിഷേകത്തെ ജ്വലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ യേശുവിന് ഈ അഭിഷേകത്തിൻ്റെ ശക്തി ഒന്ന് ചലിക്കുന്നുണ്ടോ എന്ന് തോന്നാനിടയായി തീർന്നു. യേശുവിൻ്റെ യാത്ര ജെറുസലേമിലേക്കുള്ള യാത്രയാണ്. അവിടെ ബലിയായി തീരാനുള്ളവനാണ്. ജെറുസലേമിനെ നോക്കിക്കൊണ്ടുള്ള യാത്രയിൽ യേശു തൻ്റെ പീഡാനുഭവവും മരണവും ഓർത്തു. അപ്പോൾ തൻ്റെ മാനുഷികമായ അവസ്ഥയിൽ യേശുവിനുണ്ടായ അസ്വസ്ഥത ആരോട് പങ്കുവെച്ചു? ശിഷ്യന്മാരോട് പങ്കുവെച്ചു. തൻ്റെ പീഡാനുഭവവും മരണവും പ്രവചിച്ചു. അപ്പോൾ ശിഷ്യന്മാർ ചുറ്റും കൂടിയിരുന്ന ശിഷ്യന്മാർ പറഞ്ഞു, നിൻ്റെ പീഡാനുഭവം കാണാനല്ല നിൻ്റെ കൂടെ ഞങ്ങൾ കൂടിയിരിക്കുന്നത്, നീ രാജാവായി വാഴുന്നത് കാണാനാണ് എന്ന് പറഞ്ഞ്. അത് പത്രോസാണ് എടുത്തു ചാടി പറഞ്ഞതെങ്കിലും എല്ലാവരുടെയും മനോഭാവം അത് തന്നെയായിരുന്നു. അപ്പോൾ യേശു പറഞ്ഞു, സാത്താനെ നീ പിന്നിൽ പോകുക. അവിടെ മരുഭൂമിയിൽ വെച്ച് തന്നെ പരീക്ഷിച്ച് വീഴ്ത്താൻ ശ്രമിച്ചവൻ എന്ന് പ്രഥമ ശിഷ്യനിലൂടെ തന്നെ സമീപിക്കുന്നത് കണ്ടിട്ടാണ്. അതിനുശേഷം 8 ദിവസം കഴിഞ്ഞ് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെയും കൂട്ടിക്കൊണ്ട് ഉയർന്ന മലയിലേക്ക് പോയി. താബോർ അനുഭവം. തൻ്റെ ഭാരമെല്ലാം അവിടെ ഇറക്കി വെച്ചു. ഇവിടെ അഭിഷേകത്തെ ഒന്ന് ജ്വലിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അതാണ് തൻ്റെ ദൗത്യ പൂർത്തീകരണത്തിന് ഈ അഭിഷേകത്തെ ജ്വലിപ്പിക്കേണ്ടത് ആവശ്യമുണ്ട്. എല്ലാം ഇറക്കി വെച്ചപ്പോൾ തേജസ്സോടെ കാണപ്പെട്ടു. സ്വർഗത്തിൻ്റെ പ്രതിനിധിയായി മോശയും ഏലിയായും ഇറങ്ങി വന്നു. ആദ്യം സ്വർഗത്തിൻ്റെ പ്രതിനിധിയായി പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ഇപ്പോൾ എന്താണ്? വചനം വ്യാഖ്യാനിച്ചു കൊടുക്കാൻ വേണ്ടി പ്രവാചകന്മാരുടെ പ്രതിനിധിയായി ഏലിയായും പിതാക്കന്മാരുടെ പ്രതിനിധിയായി മോശയും അവിടെ ഇറങ്ങി വന്നു. യേശുക്രിസ്തുവിൻ്റെ രക്ഷണീയ കർമ്മങ്ങളെപ്പറ്റിയുള്ള പദ്ധതികൾ അവതരിപ്പിക്കപ്പെട്ടത് പഞ്ചഗ്രന്ഥിയിലൂടെയാണ്. ദൈവത്തിൻ്റെ ആദ്യത്തെ പദ്ധതി ആദ്യ മനുഷ്യൻ്റെ ആദാവും ഹവ്വായും കൂടെ തകർത്തു. പുതിയ പദ്ധതി ആവിഷ്കൃതമായത് പഞ്ചഗ്രന്ഥിയിലൂടെയാണ്. അപ്പോൾ ഈ പദ്ധതി ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് മോശ ഇറങ്ങി വന്നത്. ഈ പദ്ധതി ജനങ്ങളിൽ എത്തിക്കുകയും അതിനുവേണ്ടി രക്ഷകനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ജനതയെ ഒരുക്കുകയും ചെയ്ത പ്രവാചകന്മാരുടെ നീണ്ട നിരയിൽ ഏറ്റവും തീഷ്ണതയുള്ള ഏലിയ പ്രവാചകൻ ഇറങ്ങി വന്നു. എന്തിനു വേണ്ടിയാണ്?
എന്തിനു വേണ്ടിയാണ്? ദൈവത്തിൻ്റെ വചനം യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ തുറന്നു. അതാണ് നമ്മുടെ അഭിഷേകത്തെ ജ്വലിപ്പിക്കാനുള്ള മാർഗം. അപ്പോൾ എന്താണ്? പൂർണ്ണമായും സ്വീകരിച്ചു. അതാണ് അതിന് ആ പദ്ധതിക്ക് തന്നെ സമർപ്പിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്നും വീണ്ടും അരുളിപ്പാടുണ്ടായി. ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു എന്നുള്ള അരുളിപ്പാടുണ്ടായി. ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു എന്ന അരുളിപ്പാടുണ്ടായി. മേഘം വന്നു മൂടി. അപ്പോൾ പത്രോസും യാക്കോബും യോഹന്നാനും ഇത് കണ്ടു. അവർ നിദ്രാവിവശരായിരുന്നു എങ്കിലും അവരുണർന്നിരുന്നു എന്നുള്ളത് കൊണ്ട് അവർ ഈ മഹത്വം കണ്ടു. അഭിഷേകമുള്ളവരെ കാണുമ്പോൾ, അവർ അഭിഷേകത്തിൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ തന്നെ നമുക്ക് പുതിയ ഒരു ഉണർവ് ലഭിക്കാനിടയായിത്തീരുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം യേശു താബോറിൽ ഈ അനുഭവത്തിന് ശേഷം അവസാനം ഗത്സമനിൽ യേശു വഴിമുട്ടി നിൽക്കുന്ന അവസരത്തിൽ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആ ഘട്ടത്തിൽ ഇതുപോലെ സ്വർഗം തുറക്കപ്പെട്ടു. ഇറങ്ങി വന്നത് ആരാണ്? ദൈവദൂതൻ ഇറങ്ങി വന്ന് യേശുവിനെ ആശ്വസിപ്പിച്ചു. ഞാനിവിടെ സൂചിപ്പിക്കുന്നത്, നിരന്തരം അഭിഷേകത്തിൽ നിലനിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ദൈവരാജ്യശുശ്രൂഷയുമായി മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അതിന് യേശു സ്വീകരിച്ച മാർഗങ്ങളാണ്. 30-ാമത്തെ വയസ്സുവരെ യേശു സാധാരണ ഒരു യുവാവായി ജീവിച്ചു. യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തെ വ്യത്യസ്തമാക്കി തീർത്തത് ഈ അഭിഷേകമാണ്. ഈ അഭിഷേകത്തിന് ശേഷമാണ് ഉപവാസവും പ്രാർത്ഥനയും തീവ്രമായത്. ഈ അഭിഷേകത്തിന് ശേഷമാണ് യേശു വചനം തുറന്ന് പ്രബോധനത്തിലേക്ക് കടന്നു വന്നത്. ഈ അഭിഷേകത്തിന് ശേഷമാണ് യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത്. ദൈവരാജ്യ ശുശ്രൂഷയിൽ അതാണ് ബന്ധിതർക്ക് മോചനം നൽകാൻ തയ്യാറായത്, അന്ധർക്ക് കാഴ്ച നൽകാൻ യേശുവിന് സാധിച്ചത്. എന്താണ്? ജീവിതത്തെ സംബന്ധിച്ചുള്ള വെളിച്ചം ലഭിക്കാതിരിക്കുന്ന ഒരു സമൂഹത്തിന് വെളിച്ചം നൽകുക, തങ്ങളെപ്പറ്റിയുള്ള കാഴ്ചയും മറ്റുള്ളവരെ പറ്റിയുള്ള കാഴ്ചയും അവർക്ക് സഞ്ചരിക്കാനുള്ള പാതയും എല്ലാം കാണിച്ചു കൊടുക്കുന്ന ആ ഒരു ദർശനം നൽകാൻ ഇടയായി തീർന്നത്.